എല്ലാവർക്കും ചിത്രാഞ്ജലിയിലേക്ക് സ്വാഗതം. പ്രഗത്ഭനായ ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനും ഗണിതജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ സർ ഐസക് ന്യൂട്ടന്റെ ജീവചരിത്രമാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അദ്ദേഹം 1642 ഡിസംബർ 25 ലിങ്കൺ ഷെയറിൽ ഇംഗ്ലണ്ടിൽ ജനിച്ചു. ആദ്യമായി ലിങ്കൺ ഷെയറിലെ ഗ്രാമർ സ്കൂളിൽ ചേർന്ന് പഠിച്ചു. ഗ്രാമർ സ്കൂളിൽ യാന്ത്രിക മോഡലുകൾ ഉണ്ടാക്കുന്നതിലാണ് ന്യൂട്ടൺ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സൺ ഡയൽ, വാട്ടർ ക്ലോക്ക്, നാൽചക്ര വാഹനം തുടങ്ങി അനവധി യാന്ത്രിക മോഡലുകൾ സ്കൂൾ പഠനകാലത്ത് ഉണ്ടാക്കി. 15ാമത്തെ വയസ്സിൽ വീണ്ടും ന്യൂട്ടന് പഠനം നിർത്തേണ്ടി വന്നു. അമ്മയുടെ രണ്ടാം ഭർത്താവിന്റെ മരണത്തോടെ അവരുടെ കൃഷിയിടത്തിൽ പോയി ജോലി ചെയ്യാൻ നിർബന്ധിതനായി. കൊച്ചുബാലനിലുള്ള അസാധാരണത്വം ദർശിച്ച അമ്മാവൻ 1660 അതായത് 18 വയസ്സിൽ കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ ചേർത്തു. അവിടെ നിന്ന് പ്രകാശത്തെക്കുറിച്ച് കെപ്ലർ എഴുതിയ പുസ്തകങ്ങൾ വായിക്കാനിടയായി. ഡെസ്കാർട്ടിന്റെ ജോമെട്രി ആണ് വാസ്തവത്തിൽ ന്യൂട്ടനെ മൗലികമായ ചിന്തയിലേക്ക് നയിച്ചത്. 1665 ട്രിനിറ്റി കോളേജിൽ നിന്ന് ബിരുദമെടുത്തു. ഇതേ വർഷം തന്നെയാണ് പ്രസിദ്ധമായ ബൈനോമിയൽ തിയറം കണ്ടെത്തിയതും കാൽക്കുലസ് എന്ന ഗണിതശാഖയുടെ പ്രാരംഭം കുറിച്ചതും. 1665 കുപ്രസിദ്ധമായ പ്ലേഗ് മൂലം കോളേജുകളെല്ലാം നിർത്തിവെച്ചപ്പോൾ വീണ്ടും ലിങ്കൺ ഷെയറിൽ അമ്മയുടെ കൃഷിയിടത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അവിടെ വെച്ചാണ് ആപ്പിൾ താഴേക്ക് വീഴുന്നതിന്റെ ശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. 1665 ആപ്പിൾ മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ആപ്പിൾ താഴെ വീഴുന്നത് കണ്ട് എന്താണിത് മുകളിലേക്ക് പോകാത്തതെന്ന് വിചാരിച്ച ന്യൂട്ടന്റെ ചിന്തയാണ് 22 വർഷത്തിന് ശേഷം ഗുരുത്വാകർഷണ സിദ്ധാന്തമായി 1687 പുറത്തു വന്നത്. പരീക്ഷണങ്ങൾ. ആപ്പിളിനെ താഴേക്ക് വീഴാൻ സഹായിക്കുന്ന ബലം തന്നെയാണോ ചന്ദ്രനെ അതിന്റെ സഞ്ചാരപഥത്തിൽ പിടിച്ചു നിർത്തുന്നത് എന്ന ആലോചനയായി. കാരണം അന്ന് വരെ നിലനിന്നിരുന്ന അരിസ്റ്റോട്ടലിന്റെ കനത്ത വാദങ്ങൾക്കെതിരായിരുന്നു അത്. പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം 2 തരം നിയമങ്ങൾ അനുസരിക്കുന്നതായി അരിസ്റ്റോട്ടിൽ പ്രവചിച്ചിരുന്നു. ഭൂമിയിലെ വസ്തുക്കൾ ഒരു തരം നിയമങ്ങളും ആകാശത്തിലെ ഗോളങ്ങൾ മറ്റൊരു തരം നിയമങ്ങളും അനുസരിക്കുന്നു എന്നായിരുന്നു അത്. ആകാശത്തും ഭൂമിയിലും ഒരേ നിയമം അനുസരിക്കപ്പെടുന്നു എന്ന് ന്യൂട്ടൺ ചിന്തിച്ചപ്പോൾ അത് ഒരു പുതിയ ആശയ വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു. അങ്ങനെ 1666 ന്യൂട്ടൺ ഗുരുത്വാകർഷണ നിയമം പ്രഖ്യാപിച്ചു. എന്നാൽ ചന്ദ്രന്റെ സഞ്ചാരപഥത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അത് ന്യൂട്ടന്റെ കണക്കുകൂട്ടലുകളിൽ നിന്നും അല്പം വ്യത്യാസമായിരുന്നു. അതിനാൽ ന്യൂട്ടൺ ഭാഗികമായി വികസിപ്പിച്ചെടുത്ത തന്റെ ഗുരുത്വാകർഷണ നിയമം തൽക്കാലം മാറ്റിവെച്ചു. പ്രകാശത്തിന്റെ ഘടനയെക്കുറിച്ചായിരുന്നു പിന്നീട് ന്യൂട്ടന്റെ പഠനങ്ങൾ. നിറങ്ങളെക്കുറിച്ച് ബോയൽ എഴുതിയ പുസ്തകങ്ങളും കെപ്ലറുടെ എഴുത്തുകളും ന്യൂട്ടനെ വല്ലാതെ സ്വാധീനിച്ചു. ഒരു പ്രിസത്തിലൂടെ പ്രകാശകിരണം കടത്തിവിടുമ്പോൾ പ്രിസം നിറങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതായി ബോയൽ പ്രസ്താവിച്ചത് ന്യൂട്ടന് സ്വീകാര്യമായില്ല. അദ്ദേഹം പരീക്ഷണങ്ങളിലൂടെ അത് തെറ്റാണെന്ന് തെളിയിച്ചു. മറ്റൊരു പ്രിസം തിരിച്ചുവെച്ച് ആദ്യത്തെ പ്രിസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിറങ്ങളെ വീണ്ടും കൂട്ടി യോജിപ്പിച്ച് ആദ്യത്തെ പ്രകാശം തന്നെ സൃഷ്ടിച്ചു. പ്രിസം കൊണ്ടുള്ള പരീക്ഷണങ്ങൾ ന്യൂട്ടന് വലിയ പ്രസിദ്ധി നേടിക്കൊടുത്തു. ന്യൂട്ടൺ തന്റെ 29ാമത്തെ വയസ്സിൽ കേംബ്രിഡ്ജിൽ ലുക്കേഷ്യൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ് ആയി. ഇതിന്റെയൊക്കെ പരിസമാപ്തിയായി 1668 പ്രതിഫലന ടെലസ്കോപ്പ് നിർമ്മിച്ചു. ന്യൂട്ടന്റെ പ്രശസ്തി ഉയർന്നതോടെ 1672 റോയൽ സൊസൈറ്റി അദ്ദേഹത്തെ പ്രഭാഷണത്തിന് ക്ഷണിച്ചു. 1672 മുതൽ 1676 വരെ റോയൽ സൊസൈറ്റിക്ക് അയച്ചു കൊടുത്ത പ്രഭാഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും എല്ലാം സംഗ്രഹമാണ് അദ്ദേഹം 1704 പ്രസിദ്ധീകരിച്ച ഒപ്റ്റിക്സ് എന്ന പുസ്തകം. 1689 ബ്രിട്ടീഷ് പാർലമെന്റിൽ തെരഞ്ഞെടുക്കപ്പെട്ട് പിന്നീട് തിരിച്ചു വന്നതോടെ അദ്ദേഹം രോഗശയ്യയിലായി. അവസാന കാലത്ത് ഈയത്തിൽ നിന്നും രസത്തിൽ നിന്നും സ്വർണം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുകയും വർഷങ്ങളോളം അതിന് ചെലവഴിക്കുകയും ഉണ്ടായി. 1725 മുതൽ തികച്ചും രോഗഗ്രസ്തനായ ന്യൂട്ടൺ തന്റെ 85ാമത്തെ വയസ്സിൽ 1727 മാർച്ച് 20 ഇഹലോകവാസം വെടിഞ്ഞു. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമസ്കാരം.